മീനങ്ങാടി, മൈലമ്പാടി, പുല്ലുമല പ്രദേശങ്ങളിൽ ഭീതി വിതച്ച രണ്ടാമത്തെ കടുവയ്ക്കായി വനംവകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തി. കടുവയെ കണ്ട സ്വകാര്യ എസ്റ്റേറ്റിലും സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകളോ മറ്റ് ലക്ഷണങ്ങളോ കണ്ടെത്താനായില്ലെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അപ്പാട്, മൈലമ്പാടി പ്രദേശങ്ങളിൽ ആടുകളെ പിടികൂടിയ കടുവ കൂട്ടിലകപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് നാടിനെ ആശങ്കയിലാക്കി അടുത്ത കടുവയും പ്രദേശത്ത് സാന്നിധ്യം അറിയിച്ചത്. ഇന്നലെ മൈലമ്പാടി പുല്ലുമല റോഡിൽ സ്വകാര്യ എസ്റ്റേറ്റിലെ കുളത്തിൽ വെള്ളം കുടിക്കുന്ന കടുവയെ സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. ഇതോടെ പ്രദേശവാസികൾ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. വനംവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും കാൽപ്പാടുകളൊന്നും കാണാത്തതിനാൽ കടുവ എങ്ങോട്ടു പോയി എന്ന് കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെ 9 മണിയോടെ വനംവകുപ്പിലെ ബത്തേരി, മേപ്പാടി RRT അംഗങ്ങളും പുൽപ്പള്ളി, ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാരും വാച്ചർമാരും ചേർന്ന് കടുവയെ കണ്ട സ്ഥലവും സമീപ എസ്റ്റേറ്റുകളും ഉൾപ്പെടെ അരിച്ചുപെറുക്കിയിട്ടും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് തുടരുന്നുണ്ട്. തുടർച്ചയായി കടുവകൾ കാടിറങ്ങുന്നതിൽ കനത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.